ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കോഴി എവിടെയല്ല, വീട്ടിലൊന്നുമല്ല. ഇത് നമ്മളെ മലപ്പുറം ജില്ല തിരൂർ ചന്തയിലാണ്. ഞാൻ ഒരാവശ്യത്തിന് തിരൂരിക്ക് പോയതാണ്. ചന്ത ഉള്ളത് ഞായറാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വാങ്ങണ കോഴികളായാലും ഈ വിൽപ്പന ചെയ്യുന്നത് വാങ്ങിയിട്ടായിരിക്കും. വീട്ടിലെ കോഴികൾ തന്നെയാണ് നാടൻ കോഴികളൊക്കെ കേട്ടോ. പാലക്കാടൻ കോഴിയൊക്കെ വാങ്ങിയിട്ടാവും വിൽപ്പന നടത്തുന്നത്. ആദ്യമൊക്കെ ഒരു വീട്ടിലുള്ളത് ഓരോരുത്തരും വിറ്റിരുന്നു. ഇത് നമ്മളെ ഫയോമി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കൊടുക്കുന്നുണ്ട്. പറ്റിക്കപ്പെടാതെ ഇത് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഫയോമി ഏതാണെന്ന് തിരിച്ചറിയാൻ. കാരണം ഫയോമിയുടെ കാല് ഒരു നീല കളറാവും, കറുപ്പ് നീല കളറാവും. ഒറിജിനൽ ഉണ്ട്. പക്ഷേ അങ്ങനെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം. അത് കഴുത്തിന് താഴേക്ക് കുറച്ച് വൈറ്റ് കളർ വന്നിട്ടാണ് ഈ പുള്ളി വരിക. അപ്പോൾ ഇതിൽ ഒറിജിനൽ അപൂർവമുള്ളൂ. അപ്പോൾ അവരോട് ചോദിക്കണം, പറ്റിക്കപ്പെടരുത്. ഇതൊക്കെ പാലക്കാടൻ കോഴികളാണ്. ഇവർ ഒരു 2 വണ്ടി കോഴികളും താറാവും കുട്ടികളും താറാവിൻ്റെ കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഇയാളെടുത്ത് നല്ല കച്ചവടം നടക്കുന്നതാണ്. നല്ല അത്യാവശ്യം വില ഇയാളെടുക്കുള്ളൂ. ഇയാളെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിരുന്നു കുറേ മുമ്പ്. ഇപ്പോഴൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. എന്നെ അറിയുന്ന ആളാണ്. ഇവിടെ ഒന്നും ഉള്ളതല്ല. പക്ഷെ ഞാൻ കോഴി വാങ്ങിയിരുന്ന സമയത്ത് നല്ല പരിചയമുള്ള ആളാണ്. അങ്ങനെ കണ്ടോ, എത്ര ഒരു പെട്ടിയാണെന്നറിയാം. ഇരുമ്പിൻ്റെ കൂട്ടിലാണ് എല്ലാതും വന്നിട്ടുള്ളത്. ഒക്കെ ഒരുവിധം നല്ല കോഴികൾ തന്നെ. അതിലിടയ്ക്ക് 1-2 ഉറങ്ങി തൂങ്ങി കാണുന്നുണ്ട്. അവരെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. ഇത് നമ്മളെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. വലിയ പൂവൻ കോഴികൾ, വലിയ താറാവും ഫ്ലൈറ്റൊക്കെ താറാവ് ഇതിനെ കാണുന്നില്ല. ഞാൻ അതുണ്ടോ എന്ന് വെച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഇതിന് വെച്ചിട്ടൊന്നും പോയതല്ല. ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ ഇവർ കോഴീനെ കൊണ്ടുവരുന്ന ദിവസമാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ വിചാരിച്ച് പോയതാണ് കേട്ടോ. അപ്പോഴാണ് കാണുന്നത്. 10 രൂപേൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, വൈറ്റാണ്. ഇതൊരു ഫാൻസി കോഴീൻ്റെ കുഞ്ഞുങ്ങളാണ്. പിന്നെ കിണിക്കോയുണ്ട്, എന്തൊക്കെയോ പേരിലുള്ള കോഴികളൊക്കെ ഉണ്ട്. കൂടുതലും അങ്ങനത്തെ ചെറിയ കുഞ്ഞുങ്ങളൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇവർ പറയുന്നത് നമുക്കിഷ്ടപ്പെട്ട അവരോട് പറഞ്ഞാൽ അവരെടുത്ത് തരും. അത് പാക്ക് ചെയ്യാൻ ഒരു 4 ആൾ നിന്ന് പാക്ക് ചെയ്യുന്നുണ്ട്. എത്ര വണ്ടിയാണ് ഇവരെടുത്ത് വന്നിരിക്കുന്നത്. 2 ടീമിൻ്റെ കയ്യിലാണ് ഉള്ളത്. കോഴികളാണ് ചന്തയിൽ കൊണ്ടുവന്നിട്ട്. പിന്നെ കുറേ ആളുകളുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ അത്രയും ആൾക്കാർ കണ്ടിട്ടില്ല. 2 ടീമേ എത്തിയിട്ടുള്ളൂ. ഞാൻ രാവിലെ പോയതാണ്. അപ്പോൾ എന്താ അത്യാവശ്യം വിലയുള്ളൂ. അത്യാവശ്യം നല്ല കോഴികളും ഉണ്ട്. തിരഞ്ഞ് നോക്കിയെടുക്കണമെന്ന് മാത്രം. ഇത് ഗോൾഡൻ ഫയോമി എന്നറിയണതും ഉണ്ട്. ഇത് പാലക്കാടൻ തന്നെയാണ്. പാലക്കാടൻ്റെ കുട്ടികൾ ഒരുപാടുണ്ട്. ഇത് വലിയ താറാവാണ്. ഇതിനൊന്നും ഓവർ വിലയൊന്നുമില്ല കേട്ടോ. ഇയാളെ കയ്യിലാണ് അധികം ആളുകളും ഇയാളെ കയ്യിലാണെന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എത്ര ഒരു പെട്ടിയാണെന്നറിയോ, കുറച്ചൊന്നുമല്ല. ആ 2 ലോറി നിറച്ചുണ്ടാവും. ഒരു 11-12 മണിയാകുമ്പോഴേക്ക് സാധനം മുഴുവൻ ചിലവായിട്ടാണ് ഇവർ ഇവിടുന്ന് പോകൽ. ഇവിടെ വന്ന് നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താൽ ദൂരം നിന്നുള്ളവർക്കായാലും തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത്തിരിയാണ് നടന്നാൽ മതി. 5-10 കോഴികളെ ബോക്സിലാക്കി കെട്ടി തന്നാൽ ട്രെയിനിന് പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെയും പോവാം. പിന്നെ ബസ്സിന് പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെയും പോവാം. അപ്പോൾ വേണ്ട, ഇത് കൂടുതൽ അടുത്തേക്ക് ചെന്നെടുക്കാൻ മുഴുവനും ആണുങ്ങളാണ് അവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി പ്രവേശിക്കാൻ യാതൊരു പാകവുമില്ല. അതുമല്ല, നല്ല പൊരിഞ്ഞ തിരക്കുമാണ്. അവരോട് സംസാരിക്കാനൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. പക്ഷേ
അവർക്ക് നമ്മളോട് സംസാരിക്കാൻ നേരമില്ല. ആളുകൾ ഇങ്ങോട്ട് വന്ന് നിറഞ്ഞ് നിൽക്കണം. അപ്പോൾ പുറത്തുനിന്നുള്ള ഇതൊന്നും കണ്ട ഒരുപാട് ബോക്സ് കെട്ടിയിട്ട് ഓട്ടോറിക്ഷ വന്ന് നിൽക്കണം, ബൈക്ക് വന്ന് നിൽക്കണം. അതുമാതിരി പിന്നെ ലോറിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവർ കൊണ്ടേറ്റ് ഇത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവിടെ നിർത്ത് കച്ചവടം ചെയ്യുന്നവരും ഉണ്ട്. എന്തെങ്കിലും ചില്ലറ കൂട്ടി വിറ്റാലും അവർക്ക് അന്നത്തെ ദിവസത്തെ ചിലവിനുള്ളതെങ്കിലും ആവുമല്ലോ. അപ്പം ഇതിനൊരു തൂക്കം പോലെ കാണുന്നുണ്ട്. തൂക്കല്ല, ഒരു എന്തോ ഒരു മന്ദത തോന്നിപ്പോലുണ്ട്. അങ്ങനെ 1-2 ഞാൻ കണ്ടു. പിന്നെ ഇതെന്തോ വേറെ കോഴിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്താ ഗിനിക്കോഴിയാണ്. ഗിനിക്കോഴി എന്നാണ് പറഞ്ഞത്. എന്താ ഇതേമാതിരി ഹോളിട്ട് തരും, കെട്ടി തരും. എന്താ ഇത് അപ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ബസ്സിനായാലും ഞാൻ ഒക്കെ പെരിന്തൽമണ്ണ എന്നൊക്കെ ഫൈടെക്കിനെ കൊടുത്തിട്ടുണ്ട് ഒരു ബസ്സിൽ. പെരിന്തൽമണ്ണ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫാൻസി കോഴികൾ തരക്കടില്ല, കുട്ടികളാണ്. ഷൂവിൻ്റെ ഇപ്പോൾ ഒരു മോഡലുള്ളൊരു നല്ല നല്ല കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക. കോഴിയെ വാങ്ങിച്ചവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരു ചെറിയ ചാനലാണ് എൻ്റേത്. നിങ്ങളെല്ലാവരും സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കിടന്നിട്ട് പോകുന്നത്. എല്ലാവരും എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് 10 രൂപ കുറഞ്ഞിട്ടും നല്ല സാധനങ്ങളും കിട്ടണമെങ്കിൽ നിങ്ങൾ വന്ന് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം.